ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചണിൽ നമുക്ക് എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഒരുപാട് ടിപ്സുകൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഒക്കെ ഉപകാരപ്രദമാവും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇതേപോലെ കുറേയേറെയൊക്കെ വാങ്ങിച്ച് വെക്കുന്നവരാണെങ്കിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊട്ടയിലൊക്കെ ആക്കി വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് മുളച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ മുള പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചീഞ്ഞ് പോവില്ല, മാത്രമല്ല മുള പൊട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെ വീട്ടിൽ വലിയുള്ളി നമ്മൾ എന്തെങ്കിലും കറികൾക്കൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ നമ്മൾ മുകൾ ഭാഗം ചെത്തി ഒഴിവാക്കല്ലോ, തോല് കളയുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ഈ ഒരു മുകൾ ഭാഗം ചെത്തി ഒഴിവാക്കി കളയല്ലോ. അപ്പോൾ നമ്മൾ ആ കളയുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ സിങ്കിൻ്റെ സീവിൽ ഇതേപോലെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് ഈ സീവിലൂടെ പാറ്റിയും പഴുതാരിയൊക്കെ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കണേ. അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ മെഴുകുതിരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഒരു ഫോയിൽ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ട് ഇതിന് ചുറ്റും ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്നും ആ മെഴുകുതിരി ഉരുകിയിട്ട് പോയില്ല കേട്ടോ. നമുക്ക് സാവധാനം അത് കത്തിത്തീരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതിനാണ് നമ്മൾ ഇതേപോലെ ഫോയിൽ പേപ്പർ ഇതേപോലെ പൊതിഞ്ഞ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം നമുക്ക് മെഴുകുതിരി കത്തിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും തീരില്ല. നമുക്ക് കുറേ സമയം ആ ഒരു മെഴുകുതിരി തന്നെ നമുക്ക് കത്തിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അപ്പോൾ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ കടല അതേപോലെ ചെറുപയർ പരിപ്പൊക്കെ വാങ്ങിച്ചിട്ട് ഇതേപോലെ കണ്ടെയ്നറിലാക്കി വെക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇത് പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഒരു പീസ് പട്ടൻ്റെ കഷ്ണം ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ ഇതിൽ പ്രാണികളോ അതേപോലെ പാറ്റയോ ഒന്നും കയറില്ല കേട്ടോ. നമുക്ക് ഈ ഒരു പട്ടൻ്റെ സ്മെല്ല് കാരണം പ്രാണിയോ പാറ്റയോ ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. പിന്നെ മാത്രമല്ല ഇത് കേടാവില്ല കേട്ടോ. നമുക്ക് കുറേ കാലം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ കണ്ടെയ്നറിലാക്കി വെക്കുന്ന സമയത്ത് ഒരു പീസ് പട്ട ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടപ്പ് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ ഇരിക്കുകയും ചെയ്യും. മാത്രമല്ല പ്രാണിയൊന്നും കയറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കണേ. അതേപോലെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഓയിൽ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പാക്കറ്റിൽ വാങ്ങിക്കുമ്പോൾ നമ്മൾ പാക്കറ്റ് ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു കവറ് വേസ്റ്റാക്കി കളയാറാണല്ലോ പതിവ്. ഇനിയിപ്പോൾ ആരും വേസ്റ്റാക്കി കളയണ്ട കേട്ടോ. ഈ ഒരു കവർ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ തന്നെ ഓയിൽ ഉണ്ടാവും കേട്ടോ. ആ ഓയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലുള്ള ഇതേപോലത്തെ മരത്തിൻ്റെ തവികളൊക്കെ ഉണ്ടാവുമല്ലോ, പത്തിരി ചുടുന്ന ചട്ടകം അതേപോലെ തവികളൊക്കെ ഉണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ നമ്മൾ എടുക്കാത്ത തവികളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിലൊരു പൂപ്പൽ പോലെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തവി ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുക്കലില്ല കേട്ടോ. ഫ്രൈ പാൻ എടുക്കുമ്പോൾ മാത്രമേ അത് എടുക്കലുള്ളൂ. അപ്പോൾ ഈ ഒരു തവിയിൽ ഞാൻ കഴുകി വെച്ച തവിയാണ്. അപ്പോൾ എടുക്കാത്തത് കൊണ്ടിട്ട് ഒരു വെള്ള കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല രീതിയിൽ തന്നെ പൂപ്പൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അത് പുതിയതുപോലെ ആയി കിട്ടും കേട്ടോ. ആ ഒരു പൂപ്പലൊക്കെ പോയിട്ട് നല്ലൊരു പുതിയതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മരത്തിൻ്റെ കട്ടിംഗ് ബോർഡായാലും അതേപോലെ പത്തിരി പലക ആയാലും എന്തായാലും നമുക്ക് ഈ ഒരു കവർ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ ഇടയ്ക്കൊന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പുതുമ നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. എത്ര പഴക്കമുള്ളതായാലും നമുക്ക് ആ ഒരു പുതുമ നഷ്ടപ്പെടാതെ പുതിയതുപോലെ തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കണേ. നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന ഈ ഒരു ഓയിൽ കവർ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ വീട്ടിൽ കറിവേപ്പിലയൊക്കെ കുറേയേറെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് കറിവേപ്പില തണ്ടിൽ നിന്നും ഇതേപോലെ ഒന്ന് ഊരി മാറ്റാം. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കാം കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയതിന് ശേഷം നമുക്ക് ഈ ഒരു തണ്ടിൽ നിന്നും കറിവേപ്പില ഇതേ രീതിയിലൊന്ന് ഊരി മാറ്റിയതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് ഇത് എടുത്തു മാറ്റാം കേട്ടോ. അപ്പം ഇതേപോലെ ഗ്ലാസ് ജാറിൽ ഇട്ടിട്ട് നല്ലോണം ടൈറ്റാക്കി തന്നെ അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ കറിവേപ്പില ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ ഇതേ രീതിയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ കറിവേപ്പില കടയിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാസങ്ങളോളം കറിവേപ്പില കേടുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ലോണം കഴുകിയതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നല്ലോണം ആ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കട്ടോ. അതിന് ശേഷം മാത്രം ഇതേപോലെ ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയതിന് ശേഷം അതിൻ്റെ അടപ്പ് ടൈറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ കറിവേപ്പില ഫ്രഷായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. കറിവേപ്പിലിൻ്റെ കളറ് പോലും മാറില്ല കേട്ടോ, കറുത്ത് പോവില്ല, അതേപോലെ ചീച്ചിൽ വരെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. കറിവേപ്പിലക്ക് നല്ല ഫ്രഷായിട്ട് തന്നെ ഇല എടുക്കാനായിട്ട് പറ്റും. ഇതിപ്പം കുറേ കാലം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ രീതിയിൽ നല്ല രീതിയിൽ തന്നെ നല്ല ഫ്രഷായിട്ടുള്ള ഇല കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ പച്ചരിയും അതേപോലെ ചോറ്റരിയൊക്കെ വാങ്ങിയിട്ട് ബക്കറ്റിലാക്കി വെക്കുന്ന സമയത്ത് കുറേ കഴിയുമ്പം ആ അരിൻ്റെ അടിഭാഗത്ത് എത്തുന്ന സമയത്ത് അരിക്കൊരു കട്ടകെട്ടൽ കാണുമല്ലോ. ഒരു മാറാല പോലെ ഒരു അരി എന്താ പറയുക, ഒരു പൂപ്പൽ പോലെ കട്ട പിടിച്ചതുപോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു അരി കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു പീസ് ചിരട്ട ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചെറിയ ചിരട്ടാണെങ്കിൽ മുഴുവനായിട്ടും ഇതേ രീതിയിലൊന്ന് അരിയിൽ കുത്തി വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ പീസൊക്കെ ആകുമ്പം ഇതേ രീതിയിലും ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ അരി കട്ട കെട്ടാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നും കീറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പ് തന്നെ കേട്ടത്. അപ്പോൾ ഇതാ എൻ്റെ കയ്യിൽ ഒരു കണ്ടെയ്നറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഫ്രിഡ്ജിലൊക്കെ തേങ്ങയൊക്കെ ചിരവി വെക്കുന്ന കണ്ടെയ്നറാണ് കേട്ടോ. ഇതിപ്പോൾ എന്തോ ഒരു ഇതിലിങ്ങനെ ഇതേപോലെ ഒരു ഓൾസ് വന്നു പോയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നിറച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ വെള്ളം ഇതിൽ നിൽക്കുന്നില്ല കേട്ടോ. ഇത് വലിയൊരു കീറൽ ഇവിടെ കീറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് ഒട്ടിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പാത്രം നല്ല രീതിയിൽ തന്നെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല. അപ്പോൾ ഉള്ളും പുറമൊക്കെ നല്ല രീതിയിൽ തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോൾസിൻ്റെ ഇവിടേക്ക് കുറച്ച് മുട്ടത്തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ മുട്ടത്തോട് ഞാൻ എടുത്ത് വെച്ചിട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എവിടെയാണോ നമുക്ക് ഇതിന് ഹോൾസ് ഉള്ളത് ആ ഒരു ഭാഗത്ത് മുട്ടത്തോട് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ വിരൽ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അമർത്തി ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ഉറപ്പുള്ള പശ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്നും പശ തേച്ച് കൊടുക്കുക കേട്ടോ. ഫ്ലെക്സ് കിക്കാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഈ പശ നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അതിന് ശേഷം ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ എനിക്കിവിടെ ഒട്ടിക്കിട്ടിട്ടുണ്ട് കേട്ടോ പാത്രം. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ ബക്കറ്റോ ബാത്റൂമിൽ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ബക്കറ്റോ മഗ്ഗൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആരും ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേ രീതിയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നമ്മുടെ മഗ്ഗും ബക്കറ്റൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. മുട്ടത്തോട് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒട്ടിച്ചെടുക്കാൻ ഉപ്പ് വെച്ചിട്ടാണ് ഞാനതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടത്. അപ്പോൾ ഇതെല്ലാവരും ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ച് നോക്കാം. വെറുതെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന മുട്ടത്തോടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാതിരിക്കില്ല, ഉറപ്പാണ്. അപ്പോൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.